കോൺഗ്രസ് ഇനിയെങ്കിലും ചിന്തിക്കണം, എന്തിനാണ് നമുക്ക് ഉയർത്താൻ പറ്റാത്തൊരു ഭാരമെടുത്ത് തലയിൽ വെക്കുന്നത്? അതുകൊണ്ട് സഖ്യത്തിന് എന്ത് കേടുപാടുകളാണ് സംഭവിക്കുന്നത്? കോൺഗ്രസ് യഥാർത്ഥത്തിൽ ബീഹാറിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ബീഹാറിൽ കോൺഗ്രസ് എന്ന് പറയുന്നതിന് സംഘടനയില്ലാത്തൊരു പ്രസ്ഥാനമാണ്. ചില നേതാക്കൾ സദാക്കത്ത് ആശ്രമത്തിൽ മാസത്തിൽ ഒന്നോ, സദാക്കത്ത് ആശ്രമം എന്ന് പറയുന്ന ബീഹാറിലെ കോൺഗ്രസിൻ്റെ ആസ്ഥാനമാണ്. ശരി. ഈ സദാക്കത്ത് ആശ്രമത്തിൽ എല്ലാ മാസത്തിലും 2 or 3 പ്രാവശ്യം വന്നു പോയി നിൽക്കുന്ന ചില നേതാക്കളുണ്ട്. അവരുടെ ചൊൽപ്പടിയിലാണ് കോൺഗ്രസ് അവിടെ നിൽക്കുന്നത്. ഈ സദാക്കത്ത് ആശ്രമത്തിലെ കൂടിച്ചേരലല്ലാതെ ഒരു ഫീൽഡിലും ഒരു വർക്കും നടക്കുന്നില്ല കോൺഗ്രസിൻ്റെ. RJD എന്ന് പറയുന്ന പാർട്ടിയുടെ ബലത്തിൽ മാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അവിടെ. ഞാൻ പറയുന്നത്, കോൺഗ്രസിന് എൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ ഒരു 25 മുതൽ 30 സീറ്റിൽ കൂടുതൽ ചോദിക്കാനുള്ള യാതൊരു യോഗ്യതയും ബീഹാറിലില്ല. ഇപ്പോഴും ഇത്തവണ അത് 64 സീറ്റോ മറ്റോ ആയിരുന്നില്ലേ? രണ്ടാമത്തെ കാര്യം 61. 2, ഇപ്പോൾ ഈ 15 സീറ്റിൽ സൗഹൃദ മത്സരം എന്ന നിലയിൽ മത്സരിച്ച് പരസ്പരം തന്നെ മുന്നണി തോക്കുന്ന നിലയുണ്ടായി. അതുണ്ടായിട്ടും മുമ്പ് വന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ട് ഷെയറുമായി ബന്ധപ്പെട്ട ഒരു ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നോക്കിയാൽ RJDക്ക് 22.92% വോട്ട് ഷെയർ ഉണ്ട്. അപ്പോഴും BJPക്ക് 20.13%, അതുപോലെ JDUവിന് 19.24%. ഇത് വോട്ട് ഷെയർ സീറ്റായി കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്പർ വലിയ തോതിൽ വലിയ വ്യത്യാസം വരികയും ചെയ്യും. RJDക്ക് എന്നിട്ടും അത്രയും ഉണ്ട്. കോൺഗ്രസിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? അതായത് പരമ്പരാഗതമായിട്ട് മുസ്ലിം യാദവ് MI കോമ്പിനേഷനിൽ നിൽക്കുന്ന RJDയുടെ കൂട്ടത്തിലേക്ക് മുന്നോക്കവർഗക്കാരായ വോട്ടർമാരെ കൊണ്ടുവന്നെത്തിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മുന്നോക്കവർഗത്തിലാണ്. അത് BJPയിലേക്ക് മാറി. അവരെ തിരിച്ചുപിടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ശരത്തെ 30 സീറ്റിൽ മത്സരിക്കാൻ മാത്രം ത്രാണിയുള്ള ഒരു പാർട്ടി 61 സീറ്റിലേക്ക് മത്സരിക്കാൻ ഇറങ്ങുന്നത്. അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് അവിടെ നടക്കുന്നത് റിസോഴ്സ് മൊബിലൈസേഷനാണ്. ബാക്കി വരുന്ന 30 സീറ്റിൽ നടക്കുന്നത് കോൺഗ്രസിൻ്റെ ലോക്കൽ ലീഡേഴ്സിൻ്റെയും അവരെ വളർത്തി മുന്നോട്ട് കൊണ്ടുവരുന്ന കേന്ദ്രത്തിൽ നിന്നുള്ള ചില നേതാക്കളും പണച്ചാക്കുകളെ സ്ഥാനാർത്ഥികളാക്കി. ഇതിലെ മലയാളം അതാണ്. പണച്ചാക്കുകളെ നോക്ക്, ബീഹാറിലെ പല സീറ്റുകളിലും പണം കൊണ്ട് കൊഴുത്തു നിൽക്കുന്ന ചില രാഷ്ട്രീയ മോഹികളുണ്ട്. ശരി, അവരാണ് ഈ സിമ്പൽ, കോൺഗ്രസിന്റെ സിമ്പൽ മേടിക്കുന്നത്. ശരി, ഞാൻ വരാം. ഞാൻ ഏതായാലും അത്രയും പറയുമ്പോൾ റോണി കെ ബേബിക്ക് അതിലൊരു റിയാക്ഷൻ വേണ്ടതുണ്ട്. ഞാൻ റോണിയിലേക്ക് വന്ന ശേഷം ഞാൻ ശ്രീലാലിലേക്ക് വരാം. ഇതേ വിഷയത്തിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട് റോണി. അത് ബാലിശമല്ല. മറ്റൊരു മാധ്യമപ്രവർത്തകൻ NP ഉല്ലേഖ് പേജിൽ, അദ്ദേഹത്തിൻ്റെ FB പേജിൽ എഴുതിയത് ഞാൻ ചുരുക്കം വായിക്കാം, പൂർണ്ണമായി വായിക്കാനില്ല. കോൺഗ്രസ് നേതാവ് ശ്രീ KC വേണുഗോപാൽ സംഘടനയുടെ ചാർജുള്ള വ്യക്തിയാണ്. ബീഹാറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക എന്ന, ശ്രദ്ധിക്കണേ, കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക എന്ന ആദായകരമായ പ്രവൃത്തി ചെയ്ത ശേഷം കേരളത്തിൽ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നത് മാത്രമാവാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനം. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെക്കുറിച്ചുള്ളൊരു നിരീക്ഷണവും വിമർശനവുമാണ്. ബീഹാറിൽ ചെന്ന് പ്രവർത്തിക്കുക എന്നതുകൂടി അദ്ദേഹത്തിൻ്റെ കടമയാണ്. BJP വിരുദ്ധ സഖ്യത്തിന് കോൺഗ്രസ് ഒരു ബാധ്യതയാണ് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ നേരത്തെ ഷാജി ജോസഫ് പറഞ്ഞത്, 61 സീറ്റ് വാങ്ങുക, 25 or 30 മാക്സിമം ഒരു കപ്പാസിറ്റി ഉണ്ടാവുക, ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുക, ഇല്ലെങ്കിൽ രാഹുൽ അവിടേക്ക് വരില്ല എന്ന ഭീഷണി മുഴക്കുക, RJD വഴങ്ങുക, കൂടുതൽ സീറ്റുകൾ വാങ്ങിക്കുക, കൂടുതൽ തോക്കുക, കൂടെ ഉള്ളവർക്ക് കൊടുക്കുന്ന സീറ്റിലും കയറി മത്സരിക്കുക, അത് പേയ്മെൻറ്റ് സീറ്റാക്കുക. എന്നിട്ട് അതാണ് പറയുന്നത്, ഈ ആദായകരമായ പ്രവൃത്തിയല്ല ഇതുപോലൊരു കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്ന് പറയുന്നത്, എന്ന് മാധ്യമപ്രവർത്തകർ പറയുന്നത്, രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കോൺഗ്രസ് ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട്. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ, ശശി തരൂർ പറഞ്ഞത്, നേതൃത്വം വിശദീകരിക്കണം എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച്. ഇത് പ്രശ്നമാണ് റോണി, ബാലിശമല്ല കാര്യം. കാരണം കോൺഗ്രസിനെ അത്ര ദുർബലമായിട്ട് ബീഹാറിൽ കാണേണ്ടതില്ല. ശരത്ത്, ഇപ്പോൾ 3-4 രാഷ്ട്രീയ പാർട്ടികളുടെ മനസ്സിലായില്ലേ? അങ്ങ് കോൺഗ്രസിനോട് വോട്ട് ശതമാനം, കോൺഗ്രസിന് 9% വോട്ടുണ്ട്. ഈ പറഞ്ഞ JDUവിന് 19% വോട്ടുള്ളപ്പോൾ കോൺഗ്രസിനോട് 9% വോട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുക. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1.5 വർഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് 4 സീറ്റ് കോൺഗ്രസിനുണ്ട്. ഞങ്ങൾക്ക് സീമാന്തൽ മേഖലയിൽ ഞങ്ങളുടെ പപ്പു യാദവ് RJD സീറ്റ് നൽകാതെ അവിടുത്തെ ഏറ്റവും ജനകീയനായ നേതാവാണ്. പപ്പു യാദവിന് സീറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് RJD നിലപാടെടുത്തപ്പോൾ സ്വതന്ത്രനായി ഒറ്റയ്ക്ക് നിന്ന് ജയിച്ച നേതാവാണ് പപ്പു യാദവ്.
അതുപോലെ കേരളത്തിന്റെ ചാർജ് ഉണ്ടായിരുന്ന AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള തരീഖ് അൻവർ, അദ്ദേഹം അവിടുന്ന് MP ആണ്. 4 MP ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് അവിടെ ശക്തമായ സ്വാധീനം കോൺഗ്രസിലുണ്ട്. അങ്ങനെ കോൺഗ്രസ് അവിടെ ഒന്നുമില്ലാത്ത പാർട്ടിയാണെന്നോ? റോണി, നമ്മൾ ഈ പഴങ്കഥ പറയണ്ടല്ലോ. ദാ ഏറ്റവും പുതിയ റിസൾട്ട് വെച്ചിട്ടല്ലേ റോണി നമ്മൾ സംസാരിക്കുന്നത്. ഇതിലൊന്നും ആർക്കും കളവ് പറയാൻ കഴിയില്ല. ഏറ്റവും പുതിയ റിസൾട്ടിൽ നിങ്ങൾ ചോദിച്ചു വാങ്ങിച്ചെടുത്തത് രാഹുൽ ഗാന്ധിയെ പോലും അവിടെ എത്തിക്കാതെ വലിയ പ്രഷർ കൊടുത്ത് RJDയിൽ നിന്ന് വാങ്ങിച്ച സീറ്റ്, ആ സീറ്റിൽ നിങ്ങൾ എത്ര ജയിച്ചു, എന്തുമാത്രം തോറ്റു, അതിലുയരുന്ന സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട് പലതും പേയ്മെൻറ്റ് സീറ്റുകളായിരുന്നു എന്ന ആക്ഷേപം, അതേക്കുറിച്ച് വരുന്ന വിമർശനങ്ങൾ, എന്തേ റോണി KC വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കളുടെ, അദ്ദേഹം ഒരു മലയാളിയായിട്ടുള്ള ദേശീയ തലത്തിലെ കോൺഗ്രസ് നേതാവല്ലേ, സംഘടനാ ചുമതലയുള്ള ആളല്ലേ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെയൊക്കെ വലിയ രാഷ്ട്രീയ പരാജയത്തെക്കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞിട്ടും റോണിക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് കൃത്യമായ ഉത്തരവുണ്ട്. കാരണം KC വേണുഗോപാലിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിലേക്ക് വലിച്ചൊഴിക്കേണ്ടതില്ല. അദ്ദേഹം വലിച്ചൊഴിക്കണോ? രാഹുൽ ഗാന്ധി കഴിഞ്ഞ അടുത്ത ചുമതലക്കാരനല്ലേ? ബാക്കിൽ നിന്നുകൊണ്ട്, അതിന് പിന്നിൽ നിന്നുകൊണ്ട് സംഘടനയെ ചലിപ്പിക്കുന്ന സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. അല്ലാതെ അവിടെ പ്രചരണം നടത്തുവാനായിട്ട് ഇവിടെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ക്യാമ്പയിൻ കമ്മിറ്റിയുണ്ട്. രാഹുൽ ഗാന്ധിയെ പോലെ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥി നിർണയം നടത്തുന്ന അവരൊന്നും അല്ലല്ലോ. സ്ഥാനാർത്ഥി നിർണയം നടത്തുന്ന അവരൊന്നും അല്ലല്ലോ. യെസ്, ഷാജി എന്താണ് പറയാൻ ഞാൻ പറയാൻ വന്നത് റോഡി ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞത് ടിക്കറ്റ് കൊടുക്കരുത്, 2024 തെരഞ്ഞെടുപ്പിൽ പപ്പു യാദവിന് ടിക്കറ്റ് കൊടുക്കരുതെന്ന് കോൺഗ്രസിനോട് RJD ആവശ്യപ്പെട്ടു. കോൺഗ്രസ് കൊടുത്തില്ല. പപ്പു യാദവ് ജയിച്ചത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. അതിനെങ്ങനെ കോൺഗ്രസ് ഏറ്റെടുക്കാൻ പറ്റും? 2, കോൺഗ്രസിൻ്റെ 9% വോട്ട് നിങ്ങൾ ഈ അവകാശപ്പെടുന്നത് അത് RJDയുടെ സംരക്ഷണയിൽ ലഭിക്കുന്ന വോട്ടാണ്. പിന്നെ പപ്പു യാദവ് ആരാണെന്നും കൂടെ തിരിച്ചറിയുക. നമുക്കറിയാമല്ലോ മൊക്കാമയിലെ അനന്ത് സിംഗ് എന്ന് പറയുന്ന ഒരു നേതാവ്, ഒരു ഡോണിനെ കുറിച്ച്. അതുപോലെ തന്നെ കിഷൻഗഞ്ച്, കട്ടിഹാർ, പൂർണിയ, അററിയ, ഈ സീമാഞ്ചൽ ജില്ലകളിലെ ഒരു ഡോണാണ് പപ്പു യാദവ്. ഇപ്പോഴാണ് തോക്ക് താഴെ വെച്ചത്. ഒരു കാലഘട്ടത്തിൽ ബീഹാറിലെ റോബിൻ ഹുഡ് സ്റ്റൈലായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ആനന്ദ് മോഹനും പപ്പു യാദവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു ചരിത്രമാണ് ബീഹാറിലുണ്ടായിരുന്നത്. ഇതൊക്കെ മനസ്സിലാക്കണം റോണി. പപ്പു യാദവ് ഇപ്പോഴാണ് റോണിക്ക് പപ്പു യാദവിനെ മനസ്സിലായത്. ഇനി വേണ്ടില്ല റോണി അദ്ദേഹത്തെ വിട്ടു. അദ്ദേഹം ധരിച്ചത് വലിയ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം സ്വതന്ത്രമായിട്ട് ജയിച്ചതാണ് റോണി. യാദവ് എത്രയോ കാലമായിട്ട് ടിക്കറ്റ് കൊടുത്തില്ല അദ്ദേഹത്തിന്. അവിടെ കോൺഗ്രസ് അല്ല ടിക്കറ്റ് കൊടുക്കരുത്, RJD സീറ്റ് കൊടുക്കാൻ സമ്മതിച്ചില്ല. RJD മത്സരിച്ചു. എന്നാ മത്സരിച്ചോളാൻ എന്താ പറയാഞ്ഞത്? ഇപ്പൊ മത്സരിച്ചില്ലേ? ഇപ്പൊ സൗഹൃദ മത്സരം നടത്തിയില്ലേ? അതുപോലെ മത്സരിക്കാൻ പറയാനില്ലേ? കോൺഗ്രസിന്റെ MLA ആയിരുന്നു. ശരി, കോൺഗ്രസ്സുകാരനായിരുന്നു, കോൺഗ്രസിന്റെ MLA ആയിരുന്നു, കോൺഗ്രസിന്റെ MP ആയിരുന്നു. RJD ആ സീറ്റ് കൊടുക്കാൻ തയ്യാറായില്ല. പറഞ്ഞു വന്നത് 4 MP മാരുള്ള സ്ഥലമാണ് ബീഹാർ. അല്ലാതെ